ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബനാന കേക്കാണ്. ഓവനും ബീറ്ററോ ഒന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ തന്നെ ഈ കേക്ക് തയ്യാറാക്കാവുന്നതാണ്. പഴം കൊണ്ട് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബനാന കേക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. വെൽക്കം ടു ദ വീഡിയോ. ബനാന കേക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാം. ആദ്യമായി ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 3 പ്രാവശ്യം അരിച്ചെടുക്കാം. മിക്സ് 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. അടുത്തതായി പഞ്ചസാര പൊടിച്ചെടുക്കാം. പഞ്ചസാര പൊടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. കൂടെ 2 ഗ്രാമ്പും കൂടി ഇതിനകത്തിട്ട് പൊടിച്ചെടുക്കാം. പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി മാറ്റി വയ്ക്കാം. അടുത്തതായി ഒരു മിക്സിയുടെ ജാറിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ച് ഹൈ സ്പീഡിലിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര ചേർത്ത് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം. സൺഫ്ലവർ ഓയിൽ ചേർത്ത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ ചേർത്ത് ബീറ്റ് ചെയ്യുമ്പോൾ ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതിയാകും. സൺഫ്ലവർ ഓയിൽ ചേർത്ത് അടിച്ചെടുത്ത മിക്സ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് മാറ്റി വയ്ക്കാം. അടുത്തതായി ഒരു മിക്സിയുടെ ജാറിലേക്ക് 10 കാഷ്യൂ നട്ട്സ് ഇട്ട് ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുക്കാം. ക്രഷ് ചെയ്തെടുത്ത നട്ട്സ് നേരത്തെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചു വെച്ചിരിക്കുന്നതിലിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായി നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സിയിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഒരു വിസ്ക് വെച്ച് മിക്സ് ചെയ്തെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് പൂർണ്ണമായി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് പൂർണ്ണമായി ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. അടുത്തതായി 2 പഴം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഗോൾഡൻ റോബസ്റ്റ പഴമാണ് എടുത്തിരിക്കുന്നത്. പഴം എടുക്കുമ്പോൾ നല്ല പഴുത്ത പഴം എടുക്കാൻ ശ്രദ്ധിക്കുക. ഏത്തപ്പഴം വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. പഴം ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ബ്ലെൻഡ് ചെയ്തെടുത്ത പഴം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്ററിൽ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ബാറ്ററിലേക്ക് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കാം. പഴം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പഴവും ചേർത്ത് മിക്സ് ചെയ്തെടുത്ത ബാറ്റർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. അടുത്തതായി കേക്ക് ട്രേ ഗ്രീസ് ചെയ്തെടുക്കാം. ഞാനിവിടെ കേക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് 8 ഇഞ്ചിൻ്റെ ഒരു ട്രേ ആണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ട്രേയുടെ വശങ്ങളിലും ഓയിൽ ചേർത്ത് ഗ്രീസ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ബട്ടർ പേപ്പർ വെച്ച് അതിൻ്റെ പുറത്ത് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ട്രേയുടെ വശങ്ങളിലും ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്ക് ട്രേയിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൽ ഒരു ടൂത്ത് പിക്ക് വെച്ച് കറക്കി കൊടുക്കാം. എയർ ബബിൾസ് പോകുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇന്നിവിടെ കേക്ക് തയ്യാറാക്കുന്നത് ഒരു ഓവൻ സെറ്റപ്പിലാണ്. ഒരു ചുവട് കട്ടിയുള്ള അലുമിനിയം പാത്രത്തിലാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന അലുമിനിയം പാത്രത്തിലേക്ക് ഒരു റിംഗ് ഇറക്കി വെച്ച് കൊടുക്കാം. കേക്ക് ട്രേ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം.
ഇനി ഇത് അടച്ചു വെച്ച് 30 മുതൽ 35 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് 35 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം. കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഒരു ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കാം. ടൂത്ത് പിക്കിൽ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. കേക്ക് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് തണുക്കുന്നതിനായിട്ട് മാറ്റി വയ്ക്കാം. കേക്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. കേക്കിനി ഡീമോൾഡ് ചെയ്തെടുക്കാം. ബട്ടർ പേപ്പർ മാറ്റിയെടുക്കാം. വളരെ സ്വാദിഷ്ടമായ ബനാന കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്നതാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.